കേട്ടാലോ? ചേട്ടായി ഒരു കഥ പറയാമോ? അതെയോ? ഒരിടത്ത് ആ കഥയല്ല. ഏത് കഥ? മാജിക് കഥ. ഓ, മാജിക് കഥയാണോ? അതിനുവേണ്ടി എനിക്കൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. വാ, നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവാ. ഈ കഥ ഒരു ബാങ്ക് റോബറി കഥയാണ്. 4 കള്ളന്മാരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. വലിയൊരു നല്ല ഗാർഡാ. ഇവൻ ആര് വന്നാലും പുട്ടും പുട്ടും പിഷും പിഷും എന്ന് പറഞ്ഞിട്ട് അടിക്കും. ഇവനാണ് ഈ പ്ലാനിന്റെ മാസ്റ്റർ മൈൻഡ്. ഇവന് ഈ ബാങ്കിലെല്ലാം എല്ലാ ലേസർ മാപ്പിന്റെ വഴിയെല്ലാം അറിയാം. ഇയാളാണ് നമ്മുടെ ഹാക്കർ. കമ്പ്യൂട്ടർ വല്ലതും കിട്ടിയാൽ അപ്പോൾ തന്നെ ഇയാൾ പണിയെടുക്കും. എല്ലാ ഇലക്ട്രിസിറ്റി നിൽക്കും. എന്നിട്ട് ലാസ്റ്റിൽ ഇയാളില്ലേ, ഇയാളെ നമ്മുടെ ലോക്ക് പിക്ക് ചെയ്യും. ലോക്ക് വല്ലതും ഉണ്ടെങ്കിൽ അയാൾ അപ്പം ആ സമയത്ത് തന്നെ ലോക്ക് പൊട്ടിച്ചേരും. ഈ 4 ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു ക്രൂ ഉണ്ടാക്കി ബാങ്ക് റോബറി ചെയ്യാം. ഒരു വലിയ ബാങ്ക് റോബറി. വാ, ഇതാണ് ബാങ്ക്. ഈ 4 പേരും ഒരു ഹെലികോപ്റ്റർ എടുത്ത് ബാങ്കിന്റെ ഹെലിപാഡിന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒറ്റടിക്ക് ലാൻഡ് ചെയ്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ കള്ളൻ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി. രണ്ടാമത്തെ കള്ളൻ സെക്കൻഡ് ഫ്ലോറിൽ പോയി. മൂന്നാമത്തെ കള്ളൻ ലോക്ക് പിക്ക് ചെയ്യാൻ പോയി. 4-മത്തെ കള്ളൻ മോളിൽ തന്നിരുന്നു ഗാർഡ് ചെയ്യാൻ. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എല്ലാവരുടെ പണി കഴിഞ്ഞിട്ട് മുകളിലത്തെ ഹെലിപാഡിൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഹെലികോപ്റ്റർ ലോഡ് ചെയ്യാൻ തുടങ്ങി. ഹെലികോപ്റ്ററിൽ ഒന്നൊന്നായിട്ട് അവരുടെ കാശെല്ലാം ഇടാൻ തുടങ്ങി. അപ്പൊ എന്തു പറ്റി? അത് കഴിഞ്ഞ ഉടനെ എമർജൻസി അലാം പോയി. പൂ 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 പൂ. അത് കേട്ട ഉടനെ 2 പോലീസുമാർ ഇവിടെ വന്നു. അവര് ബാങ്കിന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. എന്നിട്ട് അവര് ജോക്കേഴ്സിനെ പിടിക്കാൻ നോക്കി. അവര് ജോക്കറിന്റെ മുകളിൽ ദൂരെ തന്നെ കണ്ണിട്ടിട്ട് ഒറ്റയടിക്ക് ലാൻഡ് ചെയ്തു ജാക്കീസിന്റെ മുകളിൽ. അത് കഴിഞ്ഞിട്ട് അവർ 2 പേരും കുറച്ച് കഴിഞ്ഞ ഉടനെ ഒരു ജാക്കീനെ പിടിച്ചു. ഇത് കണ്ടിട്ട് ബാക്കി 3 ആൾക്കാരും പേടിച്ച് വരണ്ടുപോയി. അവരെങ്ങോട്ടേക്കാ പോയേ? അവരെല്ലാവരും ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോയി ഒളിക്കാന്ന് വിചാരിക്കാൻ. പക്ഷേ പോലീസുകാർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. അവർ എമർജൻസി ലിഫ്റ്റ് എടുത്തിട്ട് ബൂം ബൂം കാണാനില്ല. കാരണം അവര് താഴെ പോയിട്ട് 4 കള്ളന്മാരെ പിടിച്ചു. എന്നിട്ട് എല്ലാ പൈസയും ബാങ്കിന് റിട്ടേൺ ചെയ്തു. അതായിരുന്നു നമ്മുടെ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. ഒരു ഭയങ്കര ട്വിസ്റ്റ് ഒക്കെ ഉള്ള ഒരു കഥയായിരുന്നു. കുറച്ച് മാജിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ട്വിറ്ററിലേക്ക് കിടക്കട്ടെ. വാ, നമുക്ക് ട്വിറ്ററിലേക്ക് കിടക്കാം. അപ്പം ഗൈസ്, ഈ ട്വിറ്ററിന് വേണ്ടി നമുക്ക് കുറച്ച് കാർഡ്സ് വേണം. 2 ജോക്കർ വേണം. പക്ഷേ നിങ്ങൾക്ക് അത്രയും നല്ല എൻഡിങ് വേണമെങ്കിൽ 3 ജോക്കറുകൾ വേണം. 3 ജോക്കറുകൾ ഭയങ്കരമായിട്ട് മസ്റ്റാണെന്നില്ല. നിങ്ങൾ 2 ജോക്കർമാരേ ഉള്ളൂ എന്ന് വെച്ചാൽ ഓക്കെ, അത് മതി. ഓക്കെ, സെയിം ഡെക്കിൻ്റെ വേണം. 2 ജോക്കർമാരെ ഉള്ളെങ്കിൽ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു എക്സെപ്ഷൻ കാണിച്ചു തരാം. വേറെ ട്രിക്ക്. 2 ജോക്കർമാരുണ്ടെങ്കിൽ ഇതിനു വേണ്ടി നമുക്കൊരു സെറ്റപ്പ് വേണം. ഈ 4 ജാക്കികളും അല്ല, നമുക്ക് 3 കാർഡ്സ് എക്സ്ട്രാ വേണം. ഏതെങ്കിലും കാർഡാവാം. നമുക്ക് 3 എക്സ്ട്രാ കാർഡാവണം. ഇത് ആദ്യത്തെ ജാക്കിയുടെ മുകളിൽ വെക്കണം. ഓക്കെ, ജാക്കി ഓഫ് സ്പേഡ്സ് ആണ് എനിക്കൊരു ഇഷ്ടമുള്ള ജാക്കി ഓഫ് സ്പേഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ജാക്കി ഇവിടെ വെക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ജാക്കി ഓഫ് ഡയമണ്ട് എടുത്തിട്ട് കുറച്ച് ദൂരം വെക്കണം. ജാക്കിയുടെ ഹാഫിൽ ഇങ്ങനെ വെക്കണം. അതിൻ്റെ ഹാഫിൽ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ജാക്കി ഓഫ് ക്ലബ്സ് എടുക്കണം. W പോലെ ഉണ്ടോ? ജാക്കി ഓഫ് ക്ലബ്സ് ജാക്ക് ഓഫ് സ്പേഡ്സിനേക്കാളും മോളി വരണം ലാസ്റ്റിൽ. അത് ഓർമ്മ വെക്കണം.
അത് കഴിഞ്ഞിട്ട് ജാക്ക് ഓഫ് ഹേർട്ട് എടുത്തിട്ട് വെക്കണം. പക്ഷെ ജാക്ക് ഓഫ് ഹേർട്ട് ഡയമണ്ടിന്റെ താഴെ വരണം. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇത് കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ 3 ജോക്കർ ഉണ്ടെങ്കിൽ ഒരു ജോക്കർ പുറകിൽ വെക്കും, ഏറ്റവും ഗ്രൗണ്ട് ഏറ്റവും താഴത്തിൽ. താഴെ ഒരു ജോക്കറും ബാക്കി 2 ജോക്കറും നമുക്ക് ഇവിടെ സൈഡിൽ വെക്കണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഥ തുടങ്ങണം. അപ്പം നിങ്ങൾക്ക് കഥ എന്ത് വേണമെങ്കിലും ഫ്രേസ് ചെയ്തിട്ട് തുടങ്ങാം. ഞാൻ ഇവർ 4 പേർക്കും 4 പേരുടെയും പ്രൊഫഷൻ പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ 4 കൈയും വന്നിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ എന്തായാലും ഈ ജാക്കി എന്തായാലും കാണൂല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ ചെയ്യും. അപ്പം നമുക്ക് ആർക്കും കണ്ടിട്ടുണ്ടാവില്ല മറ്റേത്. ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ 3 കാർഡ്സും കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ കുറേ സ്റ്റോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ വെക്കണം. ഓക്കെ. വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ 3 റാൻഡം കാർഡ്സ് ഉണ്ടാവും. 3 റാൻഡം കാർഡ്സ് നിങ്ങൾക്ക് ആദ്യത്തെ കാർഡ് ബോട്ടം താഴോട്ട് വെക്കണം. താഴത്തെ സൈഡിൽ ഓൾമോസ്റ്റ് ഇവിടെ വെക്കണം, ഓൾമോസ്റ്റ് ഇവിടെ. അതിനിട്ട് രണ്ടാമത്തത് അതിന് കുറച്ചുകൂടെ മുകളിൽ വെക്കണം. മൂന്നാമത്തെ മുകളിൻ്റെ അടുത്ത് വെക്കണം. അപ്പം ഈ 3 കാർഡ്സും ഇങ്ങനെ ഇരിക്കും ഓൾമോസ്റ്റ്. താഴത്തെ ഈ കാർഡ് ഫ്ലാഷ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് മുകളിൽ ഒരു ജോക്കർ മുകളിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് 3 കാർഡ്സും പുഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 3 ഫേക്ക് കാർഡ്സ് ആയിരുന്നു താഴെ വെച്ചത്. നിങ്ങൾ 3 കാർഡ്സ് താഴെ വെച്ച് ജോക്കർ അല്ലാത്തതുകൊണ്ട് ഓക്കെ. ആ 4 ജോക്കറും ജാക്കികളും മോള് വരും. 4 കള്ളന്മാർ നമ്മുടെ മോളി വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജാക്കികളെ ലോഡ് ചെയ്യണം. നമുക്ക് ഈ കാട്ടറിക്ക് വേണ്ടി 4 ജാക്കികളും വേണം. സെറ്റപ്പും ഇല്ല, ഒന്നുമില്ല, നോർമൽ 4 ജാക്കികളുമാണ്. നമുക്ക് കള്ളന്മാർ. ഇത് നമുക്ക് 2 ജോക്കറുകളും വേണം. പോലീസ്. നമുക്ക് ഒരു സെറ്റപ്പും ഇല്ല. പക്ഷെ നമുക്ക് ലാസ്റ്റിൽ ആ സാൻഡ്വിച്ച് എഫക്റ്റ് വേണമെങ്കിൽ താഴെ ഒരു എക്സ്ട്രാ ജോക്കർ വെക്കണം. ഒരു ഗിമിക് ജോക്കർ, എക്സ്ട്രാ ജോക്കറാണ്. ഇതേ ഉള്ളൂ ഈ ട്രിക്കിൽ. ഒരു ഗിമിക്ക്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാർഡാണ്, അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ജാക്കികളൊക്കെ ഇട്ട് വരാം. ജാക്കികൾക്ക് നിങ്ങൾ ആദ്യത്തെ 3 കാർഡ്സ് എടുക്കണം. റാൻഡം കാർഡ്സ് ആയാലും മതി, എവിടുന്ന് ഏത് കാർഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ ജാക്കി ഈ 3 കാർഡ്സിൻ്റെ മുകളിൽ വെക്കണം. രണ്ടാമത്തെ ജാക്കി അതിൻ്റെ താഴെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ, അതിൻ്റെ താഴെ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടാവും. പിന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ സത്യമായിട്ടും 7 കാർഡ്സായി. നമ്മുടെ കള്ളന്മാരാണ്. കള്ളന്മാർ പിന്നെ ഡെക്കിന് മുകളിൽ ലാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റോറി പോലെ ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, തേർഡ് ഫ്ലോർ ലാൻഡ് ചെയ്തു. 4ാമത്തെ കാർഡ് മുകളിൽ തന്നെ വെയിറ്റ് ചെയ്തു പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ 4 കാർഡ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. കാരണം നമ്മൾ 3 കാർഡ്സ് ഫേക്കാണ് വെച്ചത്. ആ ജാക്കികളല്ലായിരുന്നു ഈ 3 കാർഡ്സും. അപ്പം നമ്മുടെ 4 ജാക്കികളും മുകളിൽ തന്നെ ഇരിപ്പുണ്ട്, കള്ളന്മാർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇത് കാണിക്കാം. ഈ 4 ജാക്കിമാരും മുകളിലെത്തി എന്ന് പറയാം. ഇനി നമുക്ക് ഈ 4 ജാക്കികളെല്ലാവരും തിരിച്ചു വെക്കുമ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ജാക്കിയുടെ മുകളിൽ നമുക്കൊരു പിങ്കി ബ്രേക്ക് പിടിക്കണം. എന്നിട്ട് പിങ്കി നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു പിങ്കി ബ്രേക്ക് ആയി. എന്നിട്ട് നമുക്ക് ഈ 2 ജോക്കറുകളും എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം. ഇനി നമ്മുടെ പിങ്കി ബ്രേക്ക് ഓർമ്മയുണ്ടായിരുന്നോ? അതിൽ നിന്നെല്ലാം എടുക്കണം. പിങ്കി ബ്രേക്ക് നല്ല കാർഡ് എടുക്കണം. സത്യം പറയാൻ നമ്മൾ 3 കാർഡ് എടുത്തു. അവർ വിചാരിച്ചു 1 കാർഡേ ഉള്ളൂ എന്ന്. ഓക്കെ. ഇനി നമ്മൾ ഒരു ജാക്കി ഇങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡിലോട്ട് സ്ലൈഡ് ചെയ്യണം. അവിടെ റൈറ്റ് ഹാൻഡിൽ 2 കാർഡുണ്ട്, അത് കാണിക്കരുത് ജോക്കർ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് 2 ഒരുമിച്ച് വെച്ചിട്ട് പുഷ് ചെയ്യണം. അപ്പം അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ജാക്കിനെ ഇങ്ങനെ കള്ളന്മാർ ജോക്കറുകൾ പിടിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ജാക്കി വന്നു. ഇനി നിങ്ങൾ ഇനി ഉള്ളൊരു മൂവാണ്. ഇതാണ് ലാസ്റ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ 3 ജാക്കികളും ഇല്ലേ, 3 ജാക്കികളും ഇവിടെയാണ്. അതിന് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം. അപ്പം ജോക്കറുകളെ ആദ്യം ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യരുത്. ജോക്കറുകളെ അതുപോലെ തന്നെ വെച്ചിട്ട് ജാക്കികളെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം. എന്നിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ കയ്യിൽ ഈ 4 ജാക്കികൾ ഇപ്പോൾ ഉണ്ടാവും. ജോക്കറ് 3 ജാക്കികളിവിടെ ഉണ്ടാവും. നമ്മൾ മുകളിൽ വെക്കും.
ഇനി ഇല്ലേ നമ്മൾ ഈ 4 ജാക്കുകൾ ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഈ 4 ജാക്കുകളാണെന്ന്. അപ്പൊ നമ്മള് മുകളിലത്തെ ജോക്കറിന്റെ മുകളിൽ ഒരു ബ്രേക്ക് പിടിക്കും ഇങ്ങനെ. പുഷ് ഓഫ് പിങ്കി ബ്രേക്ക്. ഇനി നമ്മൾ 4 ജാക്കുകൾ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ ചെയ്യുന്ന രീതിയിൽ ആ താഴത്തെ ജോക്കറും സ്റ്റീൽ ചെയ്തിട്ട് നമ്മൾ ഏറ്റവും പുറകിൽ വെക്കണം. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ സാൻഡ്വിച്ച് ആയി. ഓക്കെ, ഇനി നമുക്ക് പുഷ് ചെയ്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഡബിൾ ലിഫ്റ്റ് ആണ്. ഇങ്ങനെ റിപ്പിൾ ചെയ്തിട്ട് നിങ്ങൾ 2 കാർഡ്സിൻ്റെ താഴെ ബ്രേക്ക് പിടിക്കണം. ബ്രേക്ക് പിടിച്ചിട്ട് കാണിക്കണം. ഈ കാർഡ് ഡബിളാണ്. ഡബിൾ ഒരു കാർഡായിട്ട് ലിഫ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ കാർഡ് കാണിക്കണം. ആ 2 ജാക്കികളും എമർജൻസി ലിഫ്റ്റ് എടുത്തിട്ട് താഴോട്ട് പോയിട്ട് ഈ 4 ജോക്കറുകളെ 3 ജാക്കികളെ എടുത്തു. ഈ 3 കള്ളന്മാരെ പിടിച്ചു. അപ്പം അതായിരുന്നു നമ്മുടെ ട്രിക്ക്. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയിലെ ലൈക്കും ഈ ചാനൽ സബ്സ്ക്രൈബും ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇടണേ.